ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തങ്ക ഇതൊന്ന് നോക്കി. സിത്താര മാഡത്തിന്റെ കൂടെ നിൽക്കുന്നത് തങ്കം തന്നെയല്ലേ? ഈ ഫോട്ടോയുടെ രഹസ്യം എന്താണെന്ന് തങ്ക എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാനിത് കൃഷ്ണയെ കാണിക്കും. ഇത്രയും കാലം എന്റെ അച്ഛൻ ആരാന്ന് അമ്മ പറഞ്ഞിട്ടില്ല. ഈ ഫോട്ടോയിലുള്ളതാണോ എന്റെ അച്ഛൻ? മമ്മി കൊള്ളാമോ? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഗാഥ മാഡം എവിടെ ചെന്നാലും നമ്പർ 1 ആയിരിക്കണം എന്നാണല്ലോ സിത്താര മാമിന്റെ ആഗ്രഹം. ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ മാം? നിസ്സാര കാര്യത്തിനല്ലല്ലോ ഞാൻ പോകുന്നത്. ഇനി മുതൽ അങ്ങോട്ട് കളരിക്കൽ കുടുംബത്തിന്റെ വളർച്ചയൊക്കെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന കമ്പനിയുടെ പേരിലല്ലേ അറിയപ്പെടാൻ പോകുന്നത്. അത് സ്വിച്ച് ഓൺ ചെയ്യുന്നത് ഞാനല്ലേ? മമ്മിയുടെ ദൈവങ്ങളെയൊക്കെ ഒന്ന് കൂട്ടുപിടിച്ചോണം. പുതിയ കമ്പനി എല്ലാവരും ഒന്ന് ഞെട്ടിക്കണം. മമ്മിയുടെ മോളുടെ പേര് എല്ലാവരും എപ്പോഴും പറയണം. ആ പിന്നെ വിവാഹത്തിന്റെ ഡേറ്റ് കൂടി തീരുമാനിക്കല്ലേ? അപ്പോ ഈ ഡ്രസ്സാ നല്ലത്. അതാണല്ലോ അതിന്റെ ഒരു പാരമ്പര്യം അല്ലേ മമ്മി? മമ്മി എന്താ ഒന്നും മിണ്ടാത്തത്? നത്തിങ്. ഇനി മോക്കെന്തെങ്കിലും റെഡിയാവാനുണ്ടോ? പിന്നെ ഒരു ഫൈനൽ ടച്ച് കൂടി ബാക്കിയുണ്ട്. മമ്മിയുടെ ഒരു ഒപ്പീനിയൻ അറിഞ്ഞിട്ട് നേരെ അതിനങ്ങ് കയറാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഓക്കെ, ജസ്റ്റ് 2 minutes, ഞാനിപ്പോ വരാം. അവളെ സംബന്ധിച്ചിടത്തോളം ഇന്നെടുക്കാൻ പോകുന്നത് വിവാഹത്തിന്റെ തീയതിയാണ്. പക്ഷേ എനിക്കതെന്റെ മോളെ കൊലക്കി കൊടുക്കുന്ന തീയതിയാണ്. മാം, ഇനി ഇതൊന്നും മുടക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ട സിനി? മാം, ഇനി എന്തെങ്കിലും പറഞ്ഞ് നവീനിൽ നിന്ന് ഗാഥ മാഡത്തെ പിന്തിരിപ്പിക്കാൻ നോക്കിയാൽ ഗാഥ മാഡത്തിന് മാമിനോട് ഇഷ്ടക്കുറവുണ്ടാവും. ചിലപ്പോ മാഡത്തെ ധിക്കരിച്ച് ഗാഥ മാഡം നവീന്റെ കൂടെ പോയെന്നും വരാം. അത് അപകടമാണ്. പക്ഷെ എനിക്കെന്റെ മോളെ വേണം സിനി. അവരുടെ കുടുംബത്തിന്റെ ശാപത്തിലേക്ക് എനിക്ക് എന്റെ മോളെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അവസാന നിമിഷമെങ്കിലും എന്തെങ്കിലും ഒരു മാർഗം എന്റെ മുന്നിൽ വന്ന് പെടും. ഞാനത് ഉപയോഗിക്കും. ഈ വിവാഹം ഞാൻ മുടക്കിയിരിക്കും. എനിക്ക് ജീവനുണ്ടെങ്കിൽ.